ശ്രീ ഷാഫി ചാലിം, വളരെ ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണ് സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനും ADGP-യുമായ MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണങ്ങളിലൊക്കെ തന്നെ അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള, അതായത് DGP റാങ്കിലുള്ള ഒരു അന്വേഷണം DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ADGP അജിത് കുമാറിനെ തന്നെ അദ്ദേഹം വേദിയിലിരിക്കുന്ന ഒരു പൊതുചടങ്ങിൽ വെച്ചാണ്. ഈ വിഷയത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെന്ന് താങ്കൾ കരുതുന്നില്ലേ? ADGP-ക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നതുകൊണ്ട് അത് ഒരു ആഭ്യന്തര, അതായത് ഇനിയിപ്പോൾ P ശശിയിലേക്കും അങ്ങനെ തുടങ്ങി ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് PV അൻവർ കടന്നു എന്ന് താങ്കൾ വിലയിരുത്തുമോ? അല്ല, മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. സത്യത്തിൽ ഇന്നലെ തന്നെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നതാണത്. അതായത് സത്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേട്ടത്? നമ്മുടെ സ്റ്റേറ്റ് ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്, അതൊരു പോലീസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ആരോപണങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഹൈക്കോടതി പോലും സ്വമേധയാ കേസെടുക്കേണ്ടതായിരുന്നു ഇന്നലെ, അതല്ലെങ്കിൽ ഇന്ന്. ഹൈക്കോടതി പോലും നോക്കി നിൽക്കുകയാണ്. കാരണം സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് മേധാവിക്കെതിരെ എത്ര ഗൗരവകരമായ ആരോപണമാണ് ഉയർന്നു വന്നത്, അതും ഒരു ഭരണകക്ഷി MLA. മാത്രമല്ല, ഭരണകക്ഷി MLA ADGP-ക്കും അതുപോലെ തന്നെ മുൻ മലപ്പുറം SP, ഇപ്പോഴത്തെ പത്തനംതിട്ട SP ആയ സുജിത് ദാസിനും നേരെ നടത്തിയ ആരോപണവും സുജിത് ദാസ് അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങളും ഒരു SP, ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാണ്, പറയുകയാണ്. ആരെക്കുറിച്ച്? ADGP-യെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളമാർ കോടികൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച്. ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ? ഇതൊക്കെ കേട്ടിട്ടും ഇവിടുത്തെ നിയമ സംവിധാനം അനങ്ങുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു DGP-യെ, നിങ്ങളെ വാർത്തയിൽ നിന്ന് മനസ്സിലായി DGP-യോട് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് നമ്മുടെ DGP-ൻ്റെ അവസ്ഥ എന്താണ്? പണ്ട് അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദം കൊടുത്ത മാതിരിയാണ് DGP സ്ഥാനം നമ്മുടെ ഷേഖ്. അല്ലല്ല, ഞാൻ DGP എന്ന് പറഞ്ഞാൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഏതായാലും നമ്മുടെ നാട്ടിലെ DGP-ക്ക് അച്യുതാനന്ദൻ്റെ അതേ അവസ്ഥയാണ്. അതായത് വിജിലൻസും ഇല്ല, ആഭ്യന്തരവും ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഏറ്റവും വലിയത് ക്രമസമാധാനത്തിൻ്റെ ചുമതലയാണ്. ആ ചുമതലയില്ലാത്ത ഒരു DGP കേരളത്തിൽ ആദ്യമാണ്. അതുപോലും ആർക്കാണ്? ADGP-ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം വരട്ടെ, അന്വേഷണത്തിലൂടെ പോലീസ് എന്താണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ധൃതി പിടിച്ച് ആരെയും വിമർശിക്കാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങളിത് സാഗൂതം നോക്കി നിൽക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയും ഒക്കെ ഞങ്ങൾക്കറിയാം. അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം എന്താണ് വീഴ്ചകൾ, അല്ലെങ്കിൽ അധോലോകം, മാഫിയ, ആളെക്കൊല്ലിക്കുക, സ്വർണം അത് കടത്ത്, ഇതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഭയപ്പാടോട് കൂടിയാണ് ഷാഫി ചാലിയം. 2 കാര്യമാണ് ഞാൻ താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ആരോപണ വിധേയരെയും അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ചവരെയും 2 പേരുടെയും ക്രെഡിബിലിറ്റി ഒക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ, ഈ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷിപ്പെട്ട MLA കൂടി സംശയത്തിലാക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? അല്ല, ഈ ആരോപണം ഏകദേശം ഞങ്ങൾ ഈ സുജിത് ദാസ് എന്നാണല്ലോ ഇത് ആരംഭിക്കുന്നത്. സുജിത് ദാസിനെതിരെ 1.5 വർഷം മുമ്പ് പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ആവർത്തനമാണ് പിന്നീട് 1.5 കൊല്ലത്തിന് ശേഷം അൻവർ ഉയർത്തുന്നത്. അന്ന് ഞങ്ങൾ ആരോപണം ഉയർത്തിയപ്പോൾ അൻവർ അത് മൈൻഡ് ചെയ്തിട്ടില്ല. KT ജലീൽ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അബ്ദുറഹ്മാൻ മിനിസ്റ്ററാണ്, അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അടക്കം എന്താ ചെയ്തത്? ആ താന്നൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെ വെളുപ്പിക്കാൻ വേണ്ടി ഈ സുജിത് ദാസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്തെല്ലാം നിയമവിരുദ്ധ കാര്യങ്ങൾ പരസ്യമായി നടന്നു, അത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു അന്വേഷണം പോലും നടത്താൻ മുന്നോട്ട് വന്നു ആരെങ്കിലും? മലപ്പുറത്ത് 3 MLA മാരുണ്ടല്ലോ CPM-ന്. ഈ 3 MLA മാരും ഞങ്ങൾ ഉയർത്തിയ ആരോപണം എന്താണെന്ന്
ഒന്ന് പഠിക്കാനെങ്കിലും തയ്യാറായോ? അല്ല ശ്രീ ഷാഫി ചാരൻ, ചിലത് ഞാൻ മാത്രം ചോദിക്കുന്നത് വിളിച്ച് ഈ പറഞ്ഞിട്ട് വിമാനത്താവളത്തിൽ നിന്ന് കാര്യമില്ല. സ്വർണം എന്തെങ്കിലും കടത്തി എന്ന ആരോപണം, ഈ എടവണ്ണ സ്വദേശി റിദാന്റെ ഈ കൊലപാതകത്തിൽ പോലീസിന് പങ്കുണ്ട് എന്ന ആരോപണം, പിന്നെ ഈ സോളാർ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇടനിലക്കാരനായി നിന്നു എന്ന ആക്ഷേപം, ഇങ്ങനെ തുടങ്ങി അൻവർ 1, 2, 3 എന്ന് പറഞ്ഞ് ഈ ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനെ പ്രതിപക്ഷം പകുതി വിശ്വസിക്കാം, പകുതി കാര്യങ്ങൾ അവിശ്വാസമുണ്ട് എന്ന സമീപനമാണോ പ്രതിപക്ഷത്തിനുള്ളത്? അതല്ല ഭരണപക്ഷത്തിന് ഒരു MLA ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ രാഷ്ട്രീയാതീതമായ അതൊരു താല്പര്യത്തിലായിരിക്കും അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ട് അതിൽ വസ്തുതകളുണ്ട് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതോ അൻവറിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഉണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ടോ? അല്ല, അൻവറിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്നത് നമുക്കങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇത് തുടക്കത്തിൽ ഉന്നയിച്ചത് ഞങ്ങളാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിനെ നിസ്സാരമായി കണ്ട ആളുകൾ ഇന്നത് ഗൗരവകരമായി അവതരിപ്പിക്കുന്നു എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ല, ഇത് ആരുന്നയിച്ചപ്പോൾ ആര് നിശബ്ദരായി എന്നതല്ലല്ലോ ശ്രീ ഷാഫി ചാലിയം. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തെ MLA ഈ സംസ്ഥാനത്തെ ADGPക്കെതിരെ, ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ, പിന്നെ സുജിത് ദാസിനെ പോലെ ഒരു SP-ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ അവിടെ മാത്രം അവസാനിക്കുന്നല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് PV അൻവർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ്, അതുകൊണ്ട് അന്വേഷണം അങ്ങനെ പോകണം എന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത്? അതല്ല PV അൻവർ ഉന്നയിച്ചു എന്നതുകൊണ്ട് അതിനകത്തും ചില കാര്യങ്ങൾ സംശയിക്കേണ്ടതുണ്ട് എന്ന നിലപാടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എൻ്റെ സംസാരം മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം താങ്കൾക്കുള്ളതായി തോന്നുന്നല്ലോ. താങ്കൾ ഒരൊറ്റ കാര്യത്തിലാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഇത് മുൻപ് ഉന്നയിച്ചതാണ് എന്നാണ്. ഞാനൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷെ താങ്കൾ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, ഞങ്ങളിത് നേരത്തെ ഉന്നയിച്ചതാണ്, ഇപ്പോഴാണ് അൻവറിന് അത് ഉന്നയിക്കാൻ കഴിഞ്ഞതെന്നാണ് താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്. സുഹൃത്തെ, ഞാൻ ഒരു ആദ്യ പാദത്തിലൊക്കെ ഒരു 6-7 മിനിറ്റ് തടസ്സങ്ങളില്ലാതെ അനുവദിക്കപ്പെടാറുണ്ട് ചാനലുകൾ. ഇവിടെ അതല്ല. അത് എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് മുഴുവൻ കേൾക്കൂ നിങ്ങൾ. ഞങ്ങൾ പറയുന്ന പല പ്രധാന കാര്യങ്ങളും ഇന്നും നിങ്ങളൊന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പോലും നിങ്ങൾ വേറെ തലത്തിലേക്ക് പോവുകയാണ്. ഇത് ഞങ്ങളെ കേസല്ല, ഞങ്ങളാരും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഭരണപക്ഷത്തുള്ള ഒരു MLA ഇവിടുത്തെ സർക്കാരിൻ്റെ വീഴ്ചകൾ, പോലീസിൻ്റെ വീഴ്ചകൾ തുറഞ്ഞു പറഞ്ഞ കേസാണ്. അതിന് ഞങ്ങളെല്ലാം വിചാരണയുണ്ട്. എന്നാൽ ഞങ്ങൾ ഉയർത്തിയ പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾ ഗൗരവത്തിൽ കാണുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുകയാണ്. കോട്ടക്കൽ എന്ന സ്ഥലത്ത് സർക്കാർ ഭൂമിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ പണിയാണ്. സാധാരണ പോലീസ് സ്റ്റേഷൻ പണിയുന്ന മാനദണ്ഡം എന്താ? നമ്മുടെ നിയമസഭയിലെ എസ്റ്റിമേറ്റൽ പാനൽ കമ്മിറ്റിയാണ് അതിന് അപ്രൂവ്ഡ് കൊടുക്കേണ്ടതും അതിൻ്റെ പണം വകയിരുത്തേണ്ടതും. ഇവിടെ എസ്റ്റിമേറ്റഡ് പാനൽ കമ്മിറ്റി അറിയില്ല, ആരും പണം വകയിരുത്തിയില്ല. അവിടെ ഒരു പോലീസ് സ്റ്റേഷന് കെട്ടിടം അവിടെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? നിയമവാഴ്ചയുള്ള നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ SPI മനുഷ്യനുണ്ടാക്കാണ്, പലരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടും പണം പിരിവ് നടത്തിയിട്ടും. ഈ നാട്ടിൽ പോലീസിന് ഒരു സ്റ്റേഷൻ കെട്ടിടം ഉണ്ടാക്കാൻ നാട്ടുകാരടുത്ത് നിന്ന് കൈ നീട്ടേണ്ട ആവശ്യമുണ്ട്. അത്ര ദാരിദ്ര്യമാണോ നമ്മുടെ സ്റ്റേറ്റ്? ഇത് ഞങ്ങൾ 1.5 കൊല്ലം മുമ്പ് ഉയർത്തി. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? ഇപ്പോഴും നിങ്ങൾ ആ SP ലീവ് പോകുന്നു, അങ്ങോട്ട് പോകുന്നു. അപ്പോൾ പോലും എത്ര ഗൗരവം നിറഞ്ഞ വിഷയമാണത്. അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ, അവിടുത്തെ കസ്റ്റഡി മരണം, ഒരു പടി കാര്യങ്ങൾ പറഞ്ഞു. അതിന് ക്രൈം റേറ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരാളെ ഒരു എന്താ പറയുക, ഒരു ചീറ്റകളി സംഘത്തിന് പിടിച്ചു കിട്ടുക, ഒരു 12 ആളെ ഇരിക്കുന്നുണ്ട്. ഒരൊറ്റ FIR ഇടേണ്ട സ്ഥാനത്ത് 12 FIR ഇടുക. ഒരാളെ വാഹനത്തിന് കൈ കാട്ടിയാൽ ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു കേസ്, കൈ കാട്ടിയിട്ട് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വേറെ കേസ്, പോലീസിനോട് മോശമായി പെരുമാറുന്ന കേസ്, ഒരു 6-7 കേസ് അമർത്തുക, ക്രൈം റേറ്റ് ഉയർത്തുക. എന്നിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാക്കി മലപ്പുറത്തിനെ മാറ്റുക. അതേമാതിരി കാപ്പ കേസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് ഇയാൾ ചാർജ് ചെയ്തത് 3.5 കൊല്ലത്തിനിടയിൽ. എന്നിട്ട് RDO എത്ര ഫയൽ തിരിച്ചയച്ചു എന്ന് നിങ്ങൾ നോക്കണം. നാടുകടത്തലാണ് ഈ കാപ്പ. ഇങ്ങനെ പോലീസിൻ്റെ വകുപ്പുകളെ വ്യാപകമായി ദുരുപയോഗം ചെയ്ത് ഒരു ജില്ലയിൽ എന്തെല്ലാമാണോ കാട്ടിക്കൂട്ടിയത്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ നേരെ പല്ലിളിക്കുകയായിരുന്നു ഈ അൻവറും കൂട്ടരൊക്കെ. ഇപ്പോൾ അവർക്ക് ഈ യാഥാർത്ഥ്യം തുറന്നു പറയേണ്ട അവസ്ഥയിൽ വന്നത് എപ്പോഴാണ്? അൻവറിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ 60 ലക്ഷം രൂപ വിലയുള്ള റോപ്പ് ആരോ മോഷ്ടിച്ചു.
ആ കള്ളനെയാണ് നമ്മളിപ്പോൾ ഇവിടെ സ്വാഗതം ചെയ്തിരുന്നത്. ആ മോഷണ ശ്രമമാണ് എവിടേക്ക് പോകുന്നത്? ഒരു പരാതിയിലേക്ക് പോകുന്നു. ആ പരാതി SP പരിഗണിക്കുന്നില്ല. പരിഗണിക്കാതെ വന്നപ്പോൾ അൻവർ ക്ഷുഭിതനാകുന്നു. അപ്പോഴാണ് നേരത്തെ ഒരു കരിപ്പൂരിലെ കേസുമായി ബന്ധപ്പെട്ട് SP-യോട് സഹകരിക്കാത്ത ഒരു SIയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഡ് ചെയ്ത SP പുതുതായി ചാർജ് എടുത്ത മലപ്പുറത്തെ SP-ക്ക് ഒരു പരാതി കൊടുക്കുന്നു. അതായത് SP ക്യാമ്പിലെ മരം മുറിച്ചു എന്ന് പറഞ്ഞിട്ട് SP നടപടിയെടുക്കില്ല. ഉടനെ ഈ SI എന്ത് ചെയ്യുന്നു? ഈ സസ്പെൻഷനിലെ SI അൻവറിന് കാര്യങ്ങൾ കൈമാറുന്നു. അൻവർ പറഞ്ഞു, ഈ അവിടെ കൊടുത്ത പരാതിയുടെ കോപ്പി എനിക്കും ഉണ്ടായിരുന്നു. ആ പരാതിയുടെ കോപ്പി വാങ്ങി അതിൻ്റെ മുകളിൽ MLA ഒരു കത്തും വെച്ച് ഇത് അന്വേഷിക്കണം തന്നെ MLA വീണ്ടും കൊടുക്കുന്നു. മൈൻഡ് ചെയ്യില്ല. അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു, അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. SP-ൻ്റെ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് SP-നെ കാണണമെന്ന് പറയുന്നു. ഗേറ്റിൻ്റെ പുറത്ത് കിടക്കാനാണ് പറഞ്ഞത്. സ്വാഭാവികമായി അവിടുന്ന് ആരംഭിച്ചൊരു യുദ്ധം. അപ്പം അൻവർ ഇതിൽ ഇറങ്ങാൻ കാരണമായത് ആ റോപ്പ് ആ കള്ളൻ കൊണ്ടുപോയതാ. ആ കള്ളനാണ് ഇവിടെ വരെ ഈ കേസ് എത്തിച്ചത്. ഇപ്പം നമുക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഭയാനകരമായ കഥകളാണ്. ശ്രീ ഷാഫി ചാലിയം, താങ്കൾ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് അദ്ദേഹം പിതാവാണ്, മകനാണ്. അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ ഇപ്പോൾ സുജിത് ദാസിന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത്. അതിലല്ലല്ലോ അൻവറിന്റെ ആരോപണം പ്രധാനമായിട്ട് നിൽക്കുന്നത്. അത് കേന്ദ്രീകരിക്കപ്പെടുന്നത് എവിടെയാ? ADGP MR അജിത് കുമാറിനെതിരെ ഏത് സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ്? കൊലപാതകത്തിന് കൂട്ടുനിന്നു, സോളാർ കേസ് അട്ടിമറിക്കാൻ നിന്നു, കള്ളക്കടത്ത് കേസിലുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഗൗരവമുള്ള ആരോപണം ഇനി അവിടെ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല, പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ കൂടി ഉന്നയിക്കുകയാണ് ഭരണകക്ഷിയിൽ നിന്നുള്ള MLA-യുടെ ആരോപണങ്ങൾ. അതിനെപ്പറ്റിയുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ അതിന് ഇതുവരെ മറുപടി പറഞ്ഞത്. താങ്കൾ സുജിത് ദാസിനെതിരെ ഇങ്ങനെ ഞങ്ങൾ ഇതിന് മുൻപ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി, ഞാൻ കേട്ടു. പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? ഇത് ഈ ഭരണകക്ഷി MLA-യുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളെ നിങ്ങൾ പകുതി വിശ്വസിക്കാമെന്ന സമീപനമാണോ നിങ്ങൾക്കുള്ളത്? അതല്ല, സർക്കാർ ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സർക്കാർ ഇത് വളരെ ആത്മാർത്ഥമായി ഈ ആരോപണങ്ങളിന്മേൽ അന്വേഷണത്തിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ഇതിലൊരു ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണോ പ്രതിപക്ഷത്തിനുള്ളത്? അതോ ഇതിന് പിന്നിൽ അൻവർ MLA-യുടെ ചില രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കഥാപാത്രമല്ല. അൻവർ ഇവിടെ ഉയർത്തിയിരിക്കുന്ന ഈ കോളിളക്കത്തിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഈ സുജിത് ദാസിലൂടെയാണ്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. മാത്രമല്ല, ഈ ADGP-യെക്കുറിച്ച് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വിട്ടതും ആരാണ്? സുജിത് ദാസാണ്. ഇത് ചെറിയ മീനല്ല. ADGP ആരാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണെന്നറിയോ? കോടിക്കണക്കിന് രൂപ ആ ഭാര്യയുടെ ആങ്ങളമാർ കൈകാര്യം ചെയ്തതെന്നറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പിടിപാട്, ഇതൊക്കെ നമ്മളോട് പറയണാരാ? ഇവിടുത്തെ ഒരു SP ആണ്. സ്റ്റിൽ പത്തനംതിട്ടയിലെ SP പറയാണ്. അപ്പം സ്വാഭാവികം അതിലൂടെയാണ് വരുന്നത്. പിന്നെ നമ്മൾ കേൾക്കുകയാണ് ADGP-യെക്കുറിച്ച് ഇത്രയും വലിയ ഭയാനകരമായ കഥകൾ ഒരു ഭരണകക്ഷി MLA പറയുന്നത് കേൾക്കുന്ന കേൾവിക്കാരായ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗൗരവപരമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്താൻ ഈ DGP-ക്ക് സാധിക്കുമോ? ആശങ്കയുണ്ട്. ഇവിടെ ഹൈക്കോടതി സ്വമേധയെ കേസെടുക്കേണ്ടതാണ്. രേവൻ രാമചന്ദ്രൻ ആ ബഞ്ചിലില്ലാത്തതുകൊണ്ടാണ്, എല്ലാം എപ്പോഴോ കേസ് വന്നിരിക്കും. അപ്പം നമ്മളിങ്ങനെ കാത്തിക്കുകയാണ്. നമ്മളിതിൻ്റെ ആൻസർ പറയേണ്ട അതോറിറ്റി ഇല്ല. എന്താ അവിടെ സംഭവിക്കാൻ പോകണം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യരുത്? ഈ കോലത്തിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്താണ് ചെയ്യുക? ജനം ഭയപ്പാടിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭരണപക്ഷത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച അൻവറിനോട് ചോദിക്കണം. ഞങ്ങളിത് ഉറ്റുനോക്കുകയാണ്, ഇത് എങ്ങനെ ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, സർക്കാർ ഇതിൻ്റെ കൊള്ളരുതായ്മ. ഇവിടെ ഭരണഘടനാ സ്തംഭനമാണ്. എല്ലാവരും മുൾമുലയിലാണ്, സംശയത്തിൻ്റെ മുൾമുലയിലാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേട്ടോ നിങ്ങൾ? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് വരെ പറഞ്ഞു, എനിക്ക് പിണറായി വിജയൻ അച്ഛനെ പോലെയാണ്. ഒരു മകന് ആശങ്കയുണ്ട് ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച്. അതും എന്താ ചെറിയ സംഗതിയാണോ? എന്നിട്ട് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വന്ന കഥയെ പറയണത്. അതിൻ്റെ അർത്ഥം എവിടേക്കാത് പോണത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലും, അതിൽ പോലും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് അൻവർ പറയുന്നത്. അൻവർ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അതിഗൗരവത്തിലെടുത്തുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കേണ്ടത്.